ಗೂಗಲ್ ಮೀಟ್ ಮಾಡುವ ಯಾವುದೊಂದು ವೀಕೆಂಡಲ್ಲಿ തിരിച്ചു നോക്കൂ. എനിക്കൊരു മെസ്സേജ് ഇട്ടു. കുറച്ച് ആൾക്കാർ, കുറച്ചൊരു ഫ്യൂ പീപ്പിൾ ആണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഐയുടെ വളർച്ച പല രീതിയിലും പല ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഐ കൊണ്ട് നമ്മുടെ ജോബ്, നമ്മുടെ പണി പോകും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ ഡിസ്കഷൻ വരിക. പക്ഷെ ഒരിക്കലും നമ്മളുടെ ജോബ് ഐ കൊണ്ട് പോകുന്നില്ല. ഐ നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം. ഇപ്പം ഏത് ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്കും നമുക്ക് ഐ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഐ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, എഴുത്തിൽ അത് വന്നു കഴിഞ്ഞു. അതേപോലെ ഡിസൈനിങ് എന്ന് പറയുന്നതിൽ വന്നു, എഡിറ്റിങ്ങിൽ വന്നു. പക്ഷേ ഈ ഒരു 5 വർഷത്തിനകത്ത് നമ്മളിത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്, നമ്മളതുമായിട്ട് അഡ്ജസ്റ്റായി പോകുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. കാരണം മ്യൂസിക്കിലായിക്കോട്ടെ, ശരിക്കും മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന അവരെല്ലാം ഇത് യൂസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. എഐനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു പഴയ ട്രഡീഷണൽ വേ ഓഫ് വർക്ക് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റേഷൻസ് ആണ്, നമ്മൾക്ക് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടാവും. എല്ലാ മനുഷ്യരും ഇപ്പോൾ ChatGPT പോലെയുള്ള AI യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. സ്വന്തം പ്രൊഫഷണൽ അല്ലെങ്കിൽ തന്നെ സ്വന്തം പേഴ്സണൽ കാര്യത്തിന് ഫോട്ടോ ഇമ്പ്രൂവ് ചെയ്യാനും ഫോട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സിനിമയിൽ പല സീനുകളും ഇപ്പോൾ ഷോട്ട് എടുക്കാൻ മറന്നു പോകുന്നു, ഷോട്ട് എടുക്കാൻ മിസ്സായി പോയിട്ട് ഉള്ള സാഹചര്യത്തിൽ എഡിറ്റിംഗ് ടേബിളിലേക്ക് വെച്ചിട്ട് തന്നെ എഡിറ്റിംഗ് ടേബിളിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വിഷ്വൽസ് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഡാവിൻസി എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, കളർ ഗ്രേഡിനൊക്കെ യൂസ് ചെയ്യുന്ന. ഇതേപോലെ ചില ലെറ്റ്സുകൾ യൂസ് ചെയ്യുന്നു. ആ ലെറ്റ്സൊക്കെ നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓംനി എന്ന് പറയുന്നത്. ജെമിനിയുടെ ഓംനി ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ലെറ്റ്സ് പോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, ശരി. അതേ ടൈമിൽ AI ടൂളിനും കൂടെ അതിനകത്ത് ആ ഒരു ഡിസ്കഷനിൽ പാർട്ടാക്കുകയാണെങ്കിൽ ആ ഡിസ്കഷൻ കൂടുതൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ്, അത് കൂടുതൽ പ്രയോജനകരമാകുന്ന ക്രിയേറ്റീവ് എക്സ്പീരിയൻസും ഈ AI യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു AI കൊളാബറേഷൻ വെച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് പോലെ എടുക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്. കാരണം അതിന് താല്പര്യമുള്ള ആളുകൾ ഒന്ന് മെസ്സേജ് ഇടുകയാണെങ്കിൽ എനിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റൊക്കെ ചെയ്ത് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാമായിരുന്നു. കാരണം ഇത് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും AIനെ മറന്നുകൊണ്ട് ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് ആണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് AI ഇല്ലാത്ത ഒരു സമയം വളരെ കുറവാണ്. ഇനിയുള്ള സമയങ്ങളിൽ AI ആണ് കോൺക്വർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം മീറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം. ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എനിക്ക് പിങ്ക് ചെയ്താൽ മതി. ഒരു ವೀಕೆಂಡ್ಲಿ നമുക്ക് ಮೀಟ್ ചെയ്യാം. അപ്പോൾ ಅವರಿಗೆ ಕನ್ನಡ ಮಾತಾಡಬೇಕಾದ್ರೆ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತಾನೆ, ಓರ್ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ സംസാരിക്കാം. നമുക്ക് ഈ ഒരു ടോപ്പിക്ക് സിനിമയാണ് മെയിൻ ടോപ്പിക്കായിട്ട് വരുന്നത്. പക്ഷെ ആ സിനിമയിൽ തന്നെ നമുക്ക് AI ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സിനിമ മേക്കിങ്ങിലും കൂടെ ഇതിനെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള ಕನ್ನಡದಲ್ಲಿ ಕೂಡ ಒಂದು ಗೂಗಲ್ ಮೀಟ್ ಪ್ರಿಪೇರ್ ಮಾಡಿ ನಾವೊಂದು ಗೂಗಲ್ ಮೀಟಲ್ಲಿ ಮೀಟ್ ಆಗುವ, DM ಮಾಡಿ. ಸೊ ವಿಲ್ ಮೀಟ್. ಥ್ಯಾಂಕ್ ಯು.